കാണാം എങ്ങനെയാണ് നമുക്ക് ചക്ക വേവിക്കുന്നത് ഒന്ന് കാണാം. ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വരിക്കച്ചക്കയാണ്. ഇത് അടത്തി പറക്കി ഇടുക. ഇതിനെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇത് റെഡിയാക്കി എടുക്കണം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? നിങ്ങൾ എൻ്റെ ചാനലൊക്കെ കാണുന്നുണ്ടല്ലോ? അരിയാം എങ്ങനെയാണെന്ന് ചേച്ചി അടുത്ത പണിക്ക് പോയി. ഇനി നമുക്കിതൊക്കെ ചകണിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. കുക്കറിൽ അരി ഇട്ട് മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ വെച്ച് നമുക്ക് ഒരു വിസിലാകത്തക്ക രീതിയിൽ അടിച്ചാൽ മതി. മഞ്ഞളും ഉപ്പും ആവശ്യത്തിന് ഉപയോഗിച്ച് വെള്ളം ഒഴിച്ച് വെച്ച്, വെള്ളമെന്ന് വെച്ചാൽ ഒരു ഗ്ലാസിൻ്റെ പക്കത്തിൽ മതി ഒന്ന് വേവാനായിട്ട്. ഇപ്പോൾ മഴയൊക്കെ ആകുമ്പം പെട്ടെന്ന് വെള്ളമൊക്കെ അതിനകത്തൊക്കെ ഉണ്ടല്ലോ, ഒന്ന് അടിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഇപ്പം വെച്ചിട്ടുണ്ട്. അതിപ്പോൾ തേങ്ങായും ചക്കയ്ക്ക് തേങ്ങ വേണമല്ലോ. തേങ്ങായും കാന്താരി, കറിവേപ്പിലയും വെളുത്തുള്ളി ഒന്ന് കല്ലേ വെച്ചൊന്ന് ചായച്ചെടുത്തിരിക്കുകയാണ്. അതിപ്പോൾ ചക്കയ്ക്ക് മഞ്ഞളും ഉപ്പും ചേർത്തിട്ടുണ്ട്. ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇച്ചിരി ഓയിൽ ഒഴിച്ചാണ് ഇപ്പം വെച്ചിരിക്കുന്നത് കുക്കറിൽ. ചക്കപ്പുഴുക്ക് നന്നായിട്ട് റെഡിയായി. ചക്ക വേവിച്ചത്, നല്ലൊരു മീൻകറി, നാട്ടിൽ നിന്ന് പിടിച്ച മീൻകറി റെഡി ആയിരിക്കുവാണ്. പരിശാക്കത്തെ മീൻകറി എടുത്ത് ചക്ക വേവിച്ചതും മീൻകറി റെഡിയായി.